അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്ന നാം മനസ്സിലാക്കേണ്ട അടുത്ത മൃഗം അത് ചെന്നായയാണ്. സൂറത്ത് യൂസുഫ് 12-ാം അധ്യായം 13, 14, 17 ആയത്തുകളിലായി കേവലം വിശുദ്ധ ഖുർആനിൽ 3 സ്ഥലങ്ങളിൽ പരാമർശിക്കപ്പെട്ട ഒരു മൃഗമാണ് ചെന്നായ. അത് ഒരു വലിയ ഭീകരമായ ഒരു അവസ്ഥയായി വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫ് ആ ചരിത്രം പരിചയപ്പെടുത്തുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ആ ഒരു ഇടപെടൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം തങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് യാക്കൂബ് നബിക്ക് കൂടുതൽ സ്നേഹം യൂസുഫിനോടാണ് എന്ന ആ ഒരു ധാരണ മറ്റ് സഹോദരങ്ങൾ അഥവാ യാക്കൂബ് നബിയുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വലിയ അസൂയ ജനിപ്പിക്കുന്നു. എങ്ങനെയെങ്കിലും ഈ യൂസുഫിനെ ഒഴിവാക്കണമെന്ന തീരുമാനത്തിലെത്തുന്നു. കൊല്ലാം എന്നും ഒക്കെ പല അഭിപ്രായങ്ങൾ പറഞ്ഞെങ്കിലും വേണ്ട, നമുക്ക് ഏതെങ്കിലും കാടിന്റെ ഉള്ളിലെ പൊട്ടക്കിണറിൽ ഉപേക്ഷിക്കാം, എന്നിട്ട് നമുക്ക് പിതാവിനോട് കളവ് പറയാം എന്ന നിഗമനത്തിലെത്തുന്നു. അങ്ങനെ യാക്കൂബ് നബിയുടെ മുന്നിൽ വന്നിട്ട് ഞങ്ങളുടെ സഹോദരൻ യൂസുഫിനെ കൂടി വിടണം, ആടിനെ മേയ്ക്കാൻ പോകുമ്പോ ഞങ്ങൾക്ക് ഒരു സമയം പോക്കിന് നേരം പോക്കിന് ഞങ്ങളുടെ കുഞ്ഞനുജൻ യൂസുഫിനെ വിടണം. യാക്കൂബ് നബിക്ക് എന്തോ ഒരു പന്തികേട് മനസ്സിലാവുന്നു. ഇല്ല, ഞാൻ വിടില്ല, ഞങ്ങളുടെ കുഞ്ഞനുജനല്ലേ, അവൻ കളിക്കട്ടെ, സന്തോഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വാപ്പയിൽ നിന്ന് മകനെ അടർത്തി കൊണ്ടുപോകുന്നു. ആ സമയം വാപ്പ പറഞ്ഞൊരു വാക്കുണ്ട്, അവനെ ചെന്നായ പിടിക്കുമെന്ന് ഞാൻ പേടിക്കുന്നു എന്ന് പറഞ്ഞു. മഹാനായ യാക്കൂബ് നബിയുടെ ആ വാക്ക് അത് വെറും വാക്കായിരുന്നില്ല. അവർ കാട്ടിലേക്ക് പോയി. അവർക്ക് പുതിയ ഒരു തന്ത്രം കിട്ടിയതുപോലെ യാക്കൂബ് നബിയുടെ പ്രിയപ്പെട്ട മകൻ യൂസുഫ് നബിയെ പൊട്ടക്കിണറ്റിൽ ഉപേക്ഷിക്കുകയും ആ പൊട്ടക്കിണറിൽ ഉപേക്ഷിക്കുക മാത്രമല്ല, ആ കുഞ്ഞ് അനുജന്റെ കുപ്പായം വലിച്ചു കീറി ഒരാടിനെ അറുത്ത് അതിന്റെ രക്തം ആ വസ്ത്രത്തിൽ പുരട്ടി ചെന്നായ പിടിച്ചുകൊണ്ടുപോയി എന്ന് തന്റെ പ്രിയപ്പെട്ട പിതാവിനെ ധരിപ്പിക്കുന്ന ഒരു ക്രൂരതയുടെ ഒരു രംഗം വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫ് പരിചയപ്പെടുത്തുന്നുണ്ട്. സൂറത്ത് യൂസുഫ് നമുക്കറിയാം, യൂസുഫ് നബിയുടെ പേരിലുള്ള അധ്യായമാണ്. എല്ലാ അധ്യായങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു കാര്യമുള്ളത്, ഒരു ചരിത്രം, ഒരു പ്രവാചകന്റെ ചരിത്രം A to Z, അഥവാ ജനനം മുതൽ മരണം വരെ, ബർത്ത് മുതൽ ഡെത്ത് വരെ കൃത്യമായി ഒരു ക്രമീകരണത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരു അധ്യായമാണ്. മാത്രമല്ല ആ ചരിത്രത്തെ അഹ്സനുൽ ഖസസ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുകയും ചെയ്തു. ആ സൂറത്ത് യൂസുഫിലാണ് ചെന്നായെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നത്. അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു മൃഗമാണ്. 3 പ്രാവശ്യമാണ് ഖുർആനിൽ അല്ലാഹു തആല പരാമർശിച്ചിട്ടുള്ളത്. പഠിക്കാനും അമൽ ചെയ്യാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.